നമുക്കറിയാൻ സാധിക്കും പെരുന്നാളാണ്. നമുക്കെല്ലാവർക്കും ഈദ് മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷസ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈദ് മുബാറക്കുമായി ബന്ധപ്പെട്ടുള്ള ആശംസകളൊക്കെ നമ്മൾ വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷങ്ങൾ പങ്കിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസുകളോ നമ്മുടെ കുട്ടികളുടെ ഫോട്ടോസോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമുക്ക് ഡിസൈനിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഡിസൈൻ ചെയ്യപ്പെട്ട ഒരു ഗ്രീറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്കൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ നമുക്കൊരു പെർമിഷൻ അഗ്രി ചെയ്യാനുണ്ട്. ആ പെർമിഷൻ നമുക്ക് അഗ്രി കൊടുക്കാം. ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ 3 ഓപ്ഷനാണ് കാണാൻ സാധിക്കും. ഒന്ന് ക്യാമറ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ നമ്മുടെ ഗാലറിയാണ്. ഗാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിമിൻ്റെ ഒരു ഫോൾഡറാണ് കാണാൻ സാധിക്കുക. ഇപ്പം ഞാനിവിടെ എൻ്റെ ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. അതിനുവേണ്ടി ഞാൻ എൻ്റെ ഗാലറി ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ഒരു പെർമിഷൻ കൊടുക്കാനുണ്ട്. പെർമിഷൻ കൊടുക്കുക. ശേഷം വീണ്ടും ആ ഗാലറി ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരുന്നത് കാണാൻ സാധിക്കും. ഇവിടെയും കാണാൻ സാധിക്കും നമ്മുടെ ഗാലറി ഓപ്പൺ ആയിട്ടുണ്ട്. ഗാലറിയിൽ നിന്ന് ഏതെല്ലാം ഫോട്ടോസാണോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോയാണ് നിങ്ങളുടെ ഗ്രീറ്റിംഗ് കാർഡായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഫോട്ടോ ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. ഈ ഒരു ഫോട്ടോ നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാം. ഈ ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. ഇവിടെ ഇടത് ഭാഗത്ത് ഗ്രീറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഈദ് മുബാറക്ക് ഉണ്ട്. ഈദ് മുബാറക്കിന് സൈഡിൽ നമുക്ക് ഫോട്ടോ എങ്ങനെയാണ് വേണ്ടതെങ്കിൽ അത് ഈ വിരൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ചെറുതാക്കി കൊടുക്കാനും വലുതാക്കി കൊടുക്കാനൊക്കെ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഗ്രീറ്റിംഗ് ആയിട്ട് ഇതുപോലെ വെക്കാൻ സാധിക്കും. ഇനി അതല്ല, എനിക്ക് അടുത്ത ഫ്രെയിമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഈ കാണുന്ന ഇടത് ഭാഗത്തുള്ള ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഫ്രെയിം വരും. അതിനകത്ത് നമുക്ക് ഫോട്ടോ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഈദ് മുബാറക്ക് നിങ്ങളുടെ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. നല്ല വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഡിസൈനിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഈദ് മുബാറക്ക് കിട്ടും. ഇനി വേണമെങ്കിൽ വീണ്ടും ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ഫ്രെയിം കിട്ടി. ആ ഫ്രെയിം ഇടത് ഭാഗത്താണ്. അപ്പോൾ ഫോട്ടോ നമ്മൾ ഈ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. കാണാൻ സാധിക്കും ഈദ് മുബാറക്കിൻ്റെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി മറ്റൊരു ഫ്രെയിം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോ ഫ്രെയിമും ഇതുപോലെ ടച്ച് ചെയ്ത് നോക്കാം. നമ്മുടെ ഫോട്ടോ ഇതുപോലെ വലിച്ചു കൊടുത്താൽ മതി. ആ ഫോട്ടോ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് അതിൻ്റെ ഫ്രെയിം ലഭിക്കും. നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ, നിങ്ങൾക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നല്ലൊരു ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ പ്രത്യേകിച്ച് ഈദ് മുബാറക്കിൻ്റെ ഡീറ്റെയിൽസ്, ഈദ് മുബാറക്കിന് നല്ല ഒരു വെറൈറ്റി ഫോട്ടോസൊന്നും ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട ഫ്രെയിമിന് ശേഷം ഇപ്പോൾ ഈദ് മുബാറക്ക് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ട ഫ്രെയിം സെറ്റ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി വേറെ ഫോട്ടോ വേണമെങ്കിൽ ഇത് ഈ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഫ്രെയിം വേണമെങ്കിൽ ഇവിടെ വെച്ച് ഓരോന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുപോലെ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിം ഞാൻ ഫോട്ടോ ഇട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫ്രെയിം. ഈ ഒരു ഫ്രെയിം ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം. വേണ്ട രീതിയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഫോട്ടോ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഈ ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഈ ഗാലറി സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വീണ്ടും ഒന്ന് ക്ലിക്ക് കൊടുക്കുക. നമ്മുടെ ഗാലറിയിൽ സേവ് ആയി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫ്രെയിം വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ ആഡ് ചെയ്തുകൊണ്ട് ഒരു ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ഈദ് മുബാറക്കിൻ്റെ ആശംസകൾ അറിയിച്ചുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.